സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് പിണറായി വിജയൻ്റെയും മകളുടെയും എതിരെയുള്ള EDയുടെ റെയ്ഡും ചോദ്യം ചെയ്യലും എല്ലാം. ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ പിണറായി വിജയനെയും മകളെയും കോർണർ ചെയ്തുകൊണ്ട് ED CMRL കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയനും മകൾക്കുമെതിരെ തെളിവുകളുടെ നിരവധി ശേഖരങ്ങളുണ്ട് EDയുടെ കയ്യിൽ എന്ന് തന്നെയാണ് പുതിയ ചില കണ്ടെത്തലുകളും നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ്റെ ഒരു ഡയറി, അതുപോലെ അവരുടെ ഫോൺ, അതിൽ നിന്ന് അവർ CMRL അയച്ച ഇൻവോയ്സൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അതെല്ലാം പുറത്തു വന്നിരിക്കുന്നു, വാർത്തയായിരിക്കുന്നു. അവർക്ക് ഒരു ലേക്കർ എന്ന് പറഞ്ഞൊരു കമ്പനി കോഴിക്കോട് ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൽ 15 ലക്ഷത്തിലധികം രൂപയുണ്ട്. വീണയുടെ മറ്റൊരു അക്കൗണ്ടിൽ 19 കോടി രൂപ ED കണ്ടുകെട്ടിയിരിക്കുന്നു. പിണറായി വിജയൻ്റെയും മകളുടെയും സ്വത്ത് ED കണ്ടുകെട്ടാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു. പിണറായി വിജയന് സമൻസ് അയക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത്രത്തോളം വലിയ ഒരു പ്രക്ഷോഭം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾക്കെതിരെ ED ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ, കേസുമായി മുന്നോട്ട് വരുമ്പോൾ, കേരളത്തിൽ ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഔദ്യോഗിക നേതാക്കളോ ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതായി കാണുന്നില്ല. ഷോൺ ജോർജ് എന്ന BJPയുടെ യുവ നേതാവ് മാത്രമാണ് ഈ കേസുമായി ആദ്യ അവസാനം ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളതും വിലപ്പെട്ട പല തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളതും. ഇതിനുവേണ്ടി അദ്ദേഹം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ കേസിൽ കക്ഷി ചേരുകയുണ്ടായി. വലിയ ഒരു പോരാട്ടം നടത്തിയിരിക്കുന്നത് ഷോൺ ജോർജ് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പോലും ഈ കേസിൽ പ്രതികരിച്ചതായി കണ്ടില്ല. ഇവിടെ രാഹുൽ ഗാന്ധി ഒരിക്കൽ കേരളത്തിൽ വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ED പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നത്. നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ EDയുടെ അന്വേഷണം രാഹുൽ ഗാന്ധിക്കെതിരെ വരെ നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പിണറായി വിജയനെതിരെ നടക്കുന്ന ഈ ED അന്വേഷണത്തെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതും ചോദ്യചിഹ്നം തന്നെയാണ്. എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതിനൊറ്റ മറുപടി ഉള്ളൂ. ഇലക്ഷൻ സമയത്ത് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് മറ്റു ഏജൻസികൾ ചോദ്യം ചെയ്യാത്തത്, അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ തെളിവുകളുണ്ടെന്നുള്ള കാര്യം പ്രധാനമന്ത്രി തന്നെ ഒന്ന് പറഞ്ഞിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ BJPയും പിണറായി വിജയനും തമ്മിൽ ധാരണയായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയുടെ അവരുടെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് ഇവിടെ BJP അധികാരത്തിൽ വരണ്ട, എന്നിരുന്നാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളക്കാരനായ മാഫിയ തലവനെ അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ലാവ്ലിൻ കേസ് ഇപ്പോൾ 9 വർഷമായിട്ട് എങ്ങനെയാണ് അവർ സുപ്രീം കോടതിയിൽ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുന്നത്? CBIയുടെ പ്രോസിക്യൂട്ടറാണ് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ അഡ്വക്കേറ്റ് പോയി പറയുകയാണ് കോടതിയിൽ. അപ്പോൾ CBI പ്രോസിക്യൂട്ടർ പറയുക അവിടെ ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നരേന്ദ്രമോദിയല്ലേ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എന്താ അദ്ദേഹത്തെ വന്നിട്ട് ഒരു ചോദ്യം ചെയ്യാൻ പോലും ഇല്ലാത്തത്? മുഖ്യമന്ത്രിയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു നരേന്ദ്രമോദിയും പറഞ്ഞു, അതുപോലെ അമിത്ഷായും പറഞ്ഞു. തൃശ്ശൂർ വന്ന അമിത്ഷായും പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, കേരളത്തിലെ BJP നേതാക്കന്മാർ ഏതെങ്കിലും ഒരാൾ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രന് ശക്തമായ രൂപത്തിലുള്ള അത് പ്രതികരിച്ചതിൻ്റെ പേരിലാണ് പാലക്കാട് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയോട് ഏത് വിധേനയെങ്കിലും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണം, CPMൻ്റെ വോട്ടുകൾ മറച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് ആർക്ക്? കോൺഗ്രസിന്. അങ്ങനെയും കൂടി ആണ് BJPയിലെ ഒരു ഭാഗം ആളുകൾ മറച്ചുകുത്തി രമേശ് പിഷാരടി അവിടെ ജയിച്ചു പോയത് എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അപ്പം ഇത്തരത്തിൽ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ പിണറായി വിജയൻ്റെ വാലാട്ടികൾ മാത്രമാണ്. അവരുടെ കച്ചവടം, പിണറായി വിജയൻ എന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടോ അതിനൊക്കെ തന്നെ ചൂട്ടുപിടിക്കുന്ന, അതിന് കമ്മീഷൻ കൈപ്പറ്റുന്ന നേതാക്കന്മാരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് BJPയിലെ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. അതൊക്കെ വിട്ടിട്ട് ഈ അടുത്ത കാലത്ത് V മുരളീധരൻ രസകരമായ 2 ദിവസം ഒരു പത്രസമ്മേളനം നടത്തുന്നതായി. അദ്ദേഹം പറഞ്ഞെന്താ, പിണറായി വിജയനെ പറ്റിയുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞു, അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിലാണ് പ്രതികരിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? BJP ഇനി പിണറായി വിജയനെ കൊണ്ടടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ബാക്കി നേതാക്കന്മാർ ഏതെങ്കിലും മിണ്ടിയോ? സുരേന്ദ്രനല്ലേ സ്വർണ്ണക്കള്ളക്കടത്തുണ്ടെന്ന് പറഞ്ഞത്, പിണറായി പ്രതിയാണെന്ന് പറഞ്ഞത്, ഭാര്യയും മകളും അതിനകത്ത് മകനൊക്കെ പ്രതിയാണെന്ന് പറഞ്ഞത്, ഡോളർ കടത്തുണ്ടെന്ന് പറഞ്ഞ ആരാ നടത്തിയ? ഇവിടെ ആദ്യം പറഞ്ഞത് വെടിപൊട്ടിച്ചത് സുരേന്ദ്രനാണ്. നോക്കൂ സാർ, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലും CPM അടിമുടി പ്രതിരോധത്തിലായപ്പോൾ പോലും സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ 1-2 സന്ദർഭങ്ങളിൽ അല്ലാതെ പിന്നെ യാതൊരു തരത്തിൽ പ്രതികരണം നമ്മൾ കണ്ടില്ല.
അതായത് കേരളത്തിലെ BJP നേതാക്കന്മാർ ഇവിടെ നടത്തുന്നത് പിണറായി വിജയനായിട്ടുള്ള ധാരണയാണ്. തങ്ങൾക്കും കിട്ടണം പണം, അത് ഏത് സ്ഥലത്തുനിന്നായാലും വേണ്ടില്ല. പിണറായി വിജയൻ്റെ അടുത്ത് കണ്ടമാനം, വിദേശത്തടക്കം കണ്ടമാനം കോടിക്കണക്കിന് രൂപ കൊള്ള ചെയ്ത പണമുണ്ടെന്ന് കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ BJP നേതാക്കന്മാർ. അവർക്കിത് കഴിയുന്നതിന് കാരണം അവർക്ക് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയും ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അവരുടെ കയ്യിലാണ്. എന്നിട്ടും അവർ ഇത്രയും കാലം തൊടാതിരുന്നത് പിണറായി വിജയൻ ഒരു സ്രോതസ്സാണ് പണത്തിൻ്റെ. 2, കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നത് എന്താ, ഇവിടെ ഞങ്ങൾക്ക് കോൺഗ്രസ് മുക്ത ഭാരതം, അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പിണറായി എന്നുള്ളതായിരുന്നു. ഇപ്പം അതൊക്കെ സ്ട്രാറ്റജി മാറിക്കഴിഞ്ഞു. നേരത്തെ ഇവർ തമ്മിലുള്ള ധാരണയുള്ള ആൾക്കാർക്ക് കുറച്ച് ജാള്യത ഉണ്ടാവും ആദ്യഘട്ടത്തിൽ. ഇതിൽ ഷോൺ ജോർജ് മാത്രമാണ് ഇതിനകത്ത് പോരാട്ടം നടത്തുന്നതിന് കാരണമുണ്ട്. സ്വന്തം പിതാവായ PC ജോർജിനെ കള്ളക്കേസിൽ കുടുക്കി തൻ്റെ സ്വന്തം കുട്ടികളുടെ മുന്നിൽ വെച്ച് നിയമവിരുദ്ധമായി വലിയൊരു സംഘം പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ രംഗം, അത് 1 അല്ല 2 അല്ല 3 4 തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതിന് അദ്ദേഹം നിയമപരമായ തിരിച്ചടിയാണ്, വെറുതെ വാ കൊണ്ട് പറയല്ല. അദ്ദേഹം റിസർച്ച് നടത്തി പിണറായി വിജയന്റെ പണം എനിക്ക് മുമ്പ് കിട്ടിയ പോലെ 10,000 കോടി രൂപയുടെ വിദേശത്തുള്ള പണത്തിന്റെ രേഖ കിട്ടിയ പോലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ പിണറായി വിജയന്റെ മകളുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ വിദേശത്തെല്ലാം പല അക്കൗണ്ടുകളുണ്ട്. അപ്പം അതേപോലെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. തോറിയം അടക്കമുള്ള അണ്വായുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽ മൂലങ്ങൾ വന്ന് കടത്തിയിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അനാലിസിസ് ചെയ്ത് കൃത്യമായി തെളിവ് സഹിതം എത്തിക്കുന്നത് ആരാണ്? അദ്ദേഹമാണ് പറഞ്ഞത്. ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പറഞ്ഞ ഒരേ ഒരാള് 1000 കോടി രൂപയുടെ ഇടപാടുകൾ പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്, ചെറിയ എമൗണ്ട് ഒന്നല്ല പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഷോൺ ജോർജ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരേ ഒരാൾ. അല്ല, അദ്ദേഹത്തിന്റെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കക്ഷി ചേർന്നു. കൂടാതെ അദ്ദേഹം ഈ CMRLയും KSRDCയിലേക്ക് ഓഹരി എടുക്കണ്ടായി. അപ്പോൾ അത് വ്യക്തിപരമായി പോലും നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാക്കുന്ന ലാഭം ഈ CMRL പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് പങ്കാളിത്തമുള്ള ഓഹരികൾ പോലും ലാഭം ഉണ്ടാക്കുമ്പോൾ CMRL അത് ദൂർത്തടിക്കുന്നു. അവിടെ അഴിമതി ഉണ്ടെന്ന് കൃത്യമായി പ്രൂവ് ചെയ്യാൻ വേണ്ടി അത്രത്തോളം നിയമപരമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയ ഒരാൾ കൂടിയാണ് ഷോൺ ജോർജ്. അപ്പോൾ BJPന്ന് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ വേണ്ടത്ര സപ്പോർട്ടിങ് സംസ്ഥാന BJPയുടെ ഭാഗത്തു നിന്നും ഷോൺ ജോർജിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് BJPയുടെ മുതിർന്ന നേതാക്കളിൽ നിന്നുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് എനിക്കിത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമ്പോഴും ഈ ഷോൺ ജോർജ് ഒഴികെ BJPയിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്താൻ പോലും ഒരു നേതാവിനെയും കാണുന്നില്ല. മാത്രമല്ല, ഈ BJPയുടെ പുതിയ അധ്യക്ഷനായ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്ന് പോലും അത്തരം ഒരു നീക്കം നമ്മൾ കാണുന്നില്ല. ഒരു പാർട്ടിയുടെ നിലപാട് പറയുന്നത് അവരുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കണമല്ലോ. മറിച്ച് ഇവിടെ CPMകാർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ED റെയ്ഡ് വരുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിക്കുന്നു. എന്തിനാണ് പിണറായി വിജയനെ പോലുള്ള കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നേതാവിനെ അവിടെ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യം നരേന്ദ്രമോദിക്ക് എന്താണ്, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് എന്താണ്? ഈ ഒരു തരത്തിലും അവിടെ ഭരിക്കാനായിട്ട് ഒരു ഭീഷണിയായിട്ട് MP ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നില്ല CPMന്റെ. അപ്പോൾ പിന്നെ ഏത് തരത്തിലാണ് അവിടെ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും പിണറായി വിജയനെ ഒതുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ രാഷ്ട്രീയമായ പരിമിതമായ ബോധം വെച്ചാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്, എന്താ അതിൻ്റെ ആവശ്യത? അതായത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആണെങ്കിൽ അത് ശരിയായിരുന്നു. പക്ഷേ BJPയുടെ പ്രഖ്യാപിത നയമാണ് കേരളത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നുള്ളത് ഇന്ത്യയിൽ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് സ്ഥിരമായി 18 സീറ്റുകൾ മിനിമം ലോകസഭയിൽ കിട്ടുന്ന സ്ഥലമാണ് കേരളം. ആ സ്ഥലത്ത് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരത്, കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടരുത്, നിയമസഭയിൽ അവർ ഭരണം കയറരുത് എന്ന് പറയുമ്പോൾ BJP കയറാൻ യാതൊരു സാഹചര്യവുമില്ല എന്നുള്ളത് അവരുടെ പഠനത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു പോംവഴി ഇവിടെ പിണറായി ഭരിച്ചോട്ടെ എന്നാണ്. പിണറായി ഭരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ പിണറായിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇത്തരം കേസുകൾ വരുമ്പോൾ പകരം കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞതോടുകൂടിയിട്ട് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ അച്ചാരം വാങ്ങിയ BJP നേതാക്കന്മാർക്ക് പിണറായി വിജയനെ പറ്റി
ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, BJP തിരിച്ചറിഞ്ഞൊരു കാര്യം, നേരത്തെ പിണറായി വിജയനെതിരെ ഒരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇക്കുറി നിയമസഭയിൽ ഒരു 5 സീറ്റെങ്കിലും കിട്ടിയേനെ എന്നുള്ളത് അവർ മനസ്സിലാക്കി. 5 സീറ്റ് അല്ല, ഒരു 30 സീറ്റെങ്കിലും കിട്ടുമായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ലൈനിൽ കൂടെ പാർട്ടി കൃത്യമായി പിണറായി വിജയനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും അവരെ പിണറായി വിജയനെയും അതേപോലെ ഈ കേസൊക്കെ നേരത്തെ 2020 ഉണ്ടായിട്ടുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് 7/2020 OR എന്ന് പറയുന്ന നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്ത് പ്രതിയാക്കിയിരുന്നെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ഒറ്റ മൊഴി മതി, 164 സ്റ്റേറ്റ്മെന്റ് മതി പിണറായി വിജയനെ പ്രതിയാക്കാൻ. അപ്രൂവറായിട്ട് സ്വപ്ന സുരേഷിനാക്കാൻ വലിയ പണിയല്ല. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെയാണ് അതിന്റെ ഘടന. അതൊന്നും ചെയ്യാതെ ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചത് 2020 മുതൽ 6 വർഷം സംരക്ഷിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അതിന്റെ മറവിൽ BJPയിലെ നേതാക്കന്മാരും പിണറായി വിജയന്റെ ഷെയർ, ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിൽ നിന്ന് ഷെയർ അവരും കൈപ്പറ്റി എന്നുള്ളത് കൊണ്ടാണ് അവരും ഉണ്ടായിരിക്കുന്നത്. സാറും തന്നെയല്ല, ഇപ്പോൾ സാറ് തന്നെ പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു വാർത്തയാണ്, നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് K. സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പിണറായി വിജയൻ കൃത്യമായി അത് ഒതുക്കി എന്നുള്ളൊരു വാർത്ത തന്നെയായിരുന്നു. അതായത് 2021 400 കോടിയാണ് കേരളത്തിൽ ഒഴുകിയെത്തിയത്. BJPന്ന് കിട്ടിയവരാട്ടോ. 2016 200 കോടി റുപ്യാണ് വി മുരളീധരൻ പ്രസിഡന്റ് ആയിട്ട് കേരളത്തിൽ ഹവാല പണം നിയമസഭയിലേക്ക് എത്തിയെന്നാണ്. ആ ലാപ്പാടെ 10-25 കോടി എല്ലാവർക്കും കൊടുത്ത് ബാക്കി അദ്ദേഹം വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന BJPക്കാർ തന്നെ പറയുന്നത്. ഇതേപോലെയാണ് K. സുരേന്ദ്രനുള്ള സമയത്ത് വി മുരളീധരനും K. സുരേന്ദ്രനും കൂടെ ആ പൈസ 400 കോടിയിൽ മുഖ്യതും അടിച്ചു മാറ്റി. ഇവിടെ ജയിക്കണ്ട, ഞങ്ങൾക്ക് പൈസ മതി എന്നുള്ളതാണ്. ഇത്തവണ 1000 കോടി രൂപ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഈ പണം എല്ലാ സ്വത്തും കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം. നേതാക്കന്മാർ പ്രധാനപ്പെട്ട ആൾക്കൊക്കെ ഒരു 10 കോടിയൊക്കെ വീതം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് 25 കോടി രൂപയാണ് എത്തിയെന്ന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി തന്നെ പറയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പിണറായി വിജയന്റെ കൈവശം, അന്ന് ഭരണമുള്ള സമയത്ത് പിണറായി വിജയന്റെ കൈവശമുണ്ട്. ഇപ്പൊ കൈ ഉണ്ടായാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അന്ന് പിണറായി വിജയനെ പേടിക്കണമായിരുന്നു BJP ഇവിടുത്തെ നേതാക്കന്മാർക്ക്. പക്ഷെ തിരിച്ച് പിണറായി വിജയൻ പണി തരും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതൃത്വം പിണറായി വിജയനെതിരെ തിരിഞ്ഞില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പൊ കേരളത്തിൽ സാധാരണ പാർട്ടി മെമ്പർമാർക്ക് BJP പ്രവർത്തകർക്ക് പിണറായി വിജയനെതിരെ ശബ്ദിക്കാനാണ് താല്പര്യം. പിണറായി വിജയൻ അവർക്ക് ഭയങ്കര കലിപ്പാണ്. എന്നാൽ ഇവിടുത്തെ നേതാക്കന്മാർക്ക് പിണറായി വിജയനോട് വലിയ താല്പര്യവുമാണ്. ഇതാണ് കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അടക്കം മിണ്ടാതിരിക്കുന്നത് അതിൻ്റെതായ ഇത്തരം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നേ വരെ കമാന്ന് രക്ഷം വേണ്ടിയിട്ടുണ്ടോ? വി മുരളീധരൻ മാത്രമാണ് ഷോൺ ജോർജിന്റെ അപ്പുറത്തേക്ക് ഒരാൾ സംസാരിച്ചിട്ടുള്ളത്. ഷോൺ ജോർജ് വളർന്നു വരുന്നത് ഇവർക്ക് ആർക്കും കണ്ണിൽ ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ പാലായിൽ അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണം BJPയിലുള്ള അന്തഃഛിദ്രങ്ങളാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഈ CPM അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി മറിച്ച് കുത്തി എന്ന് പറയുന്ന ഒരു ആരോപണം അവിടെയുണ്ട്. അതേപോലെ ഇവിടെ പൂഞ്ഞാറിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി CPM തന്നെ വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പിണറായി വിജയന് ഏറ്റവും വിരോധമുള്ള കേരളത്തിലെ ഒരു നേതാവ് എന്ന് പറയുന്നത് PC ജോർജ് ആണ്. PC ജോർജിന്റെ മകനും ജയിച്ചു പോകരുത് എന്ന് പറയാൻ കാരണം ഷോൺ ജോർജ് ശക്തമായ പോരാട്ടം പിണറായി വിജയനെതിരെ നടത്തുന്നതുകൊണ്ടാണ്. ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി പാലക്കാട് എന്ത് ചെയ്തു, അതേ പ്രവൃത്തി പാലായിലും അതേപോലെ പൂഞ്ഞാറിലും CPM-നെ കൊണ്ട് പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. PC ജോർജ് ഈ കാര്യത്തിൽ കൃത്യമായ വിവരം അദ്ദേഹത്തിന്റെ കൈവശം. അല്ല, അത് അപ്പം സ്ഥിരീകരിക്കുന്ന കാര്യം തന്നെ. ഇക്കുറി UDF-ന് 1 കോടി വോട്ട് അധികം കിട്ടിയെന്ന് പറയുമ്പോൾ ഈ വോട്ടുകളെല്ലാം CPM പോയ വോട്ടുകൾ തന്നെയാണല്ലോ. CPM-ന്ന് BJP-ന്ന് പോയിട്ടുണ്ട്. BJP പ്രവർത്തകരടക്കം അടുത്തിട്ട് ഈ പിണറായി വിജയനെ താങ്ങി അവസാനം BJP പ്രവർത്തകർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. CPM പ്രവർത്തകർ വോട്ട് ചെയ്തു, BJP പ്രവർത്തകരും വോട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ്. എങ്ങനെയെങ്കിലും ബാധ ഒന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് സാധാരണ പ്രവർത്തകർ ചെയ്തത്. കേന്ദ്രത്തിന്റെ BJPയുടെ നയമല്ല, കേരളത്തിലെ BJP നേതാക്കന്മാരുടെ നയമല്ല സാധാരണ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ഷോൺ ജോർജിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും നയമാണ് കേരളത്തിലെ സാധാ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അതാണ് അവർ തിരിച്ച് വോട്ട് ചെയ്തത്. BJP പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇവിടെ അവർ തമ്മിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ ഇവിടെ പൊളിഞ്ഞുപോയി. തിരുവനന്തപുരത്ത് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്, അല്ലാതെ വേറെ എവിടെയും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം. തിരുവനന്തപുരത്ത് നേമത്തും അതേപോലെ ശിവൻകുട്ടിയെ തോൽപ്പിക്കുന്നതിലും അതേപോലെ കഴക്കൂട്ടത്തും ജയിച്ചതിലും അതേപോലെ കൊല്ലത്ത് ചാത്തന്നൂർ ജയിച്ചതും ഒക്കെ തന്നെ CPM-ന് വോട്ട്. BJP നേടിയ സീറ്റുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ് അവിടെയൊക്കെ നേടിയിട്ടുള്ളത്.
അത് അവരുടെ വോട്ടാണ് മറച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. എന്തായാലും പക്ഷേ ഇനിയിപ്പോൾ BJPക്ക് പിണറായി വിജയനെ താങ്ങി നിർത്തിയിട്ട് യാതൊരു ഗുണമില്ല എന്നുള്ള സത്യം. പക്ഷേ ഷോൺ ജോർജ് വളർന്നു വരുന്നതും അവർക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഷോൺ ജോർജ് വളരാൻ പോവുകയാണ്. ഈ കേസ് കഴിഞ്ഞാൽ CMRL കേസിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഷോൺ ജോർജ് കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷോൺ ജോർജിന്റെ കൂടി വിജയമായിരിക്കും. അതെ, ഷോൺ ജോർജ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു നേതാവായിട്ട് വളരും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കരിമണൽ കർത്തയുടെ CMRL കേസുമായിട്ടും അതിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹം കൊണ്ടുവന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു, ദേശീയ ശ്രദ്ധ. അപ്പൊ അടുത്ത ഈ കേസിൽ പിണറായി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ ഇദ്ദേഹത്തെക്കാൾ കാനത്തിൽ കുഴൽനാടനേക്കാൾ ചിലപ്പോൾ പേര് ഷോൺ ജോർജിനായിരിക്കും.